തന്നെ മാറി. നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളും അതിനെയൊക്കെ തന്നെ മാറ്റിമറിച്ചു. ഒന്നും അറിയാത്തവരായിട്ട് ഇന്നത്തെ പുതിയ തലമുറ മാറിപ്പോയി. അപ്പം അതിന് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണ് ഈ പ്രതിഭാ സംഗമം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനെയല്ല, മാറിപ്പോയി എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം കർഷകരില്ല, പുതിയ തലമുറ കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല എന്നൊക്കെ തന്നെയുള്ളൊരു തോന്നലുകൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പടർന്നു ഇരിക്കുകയാണ്. പക്ഷെ അതിനൊരു ആൻസറാണ്, ഉത്തരമാണ് ഇന്നത്തെ ഈ പ്രതിഭാ സംഗമം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. ഓരോരുത്തരും ഇവിടെ ഓരോ കാര്യങ്ങൾ അവതരിക്കപ്പെടുമ്പോഴും ഇങ്ങനെ ഉണ്ടോ എന്ന് പലരും അന്യോന്യം ചോദിക്കുന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാനിത് പറയുമ്പോൾ ഒരു യഥാർത്ഥ കർഷകനായിട്ട് പഴയ കാലത്ത് വയലിൽ കൂടി ഓടിച്ചാടി നടന്ന് ഞാറും നടിയിലും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. 4-ാമത്തെ 5-ാമത്തെ വയസ്സിലൊക്കെ തന്നെ ചളിയിലൊക്കെ തന്നെ ഓടിച്ചാടി നടന്ന് അതൊരു രസകരമായ അനുഭവമാണ്. അതങ്ങനെ ജീവിച്ചു പോയതാണ്. അപ്പോഴും എനിക്കറിയാം ഇന്നേതിന് എന്തൊക്കെ ഉപയോഗിക്കണം, ഇതിന് അന്ന് ഈ നൈട്രജനും ഫോസ്ഫേറ്റും ഒന്നും ഈ മണ്ണിലുണ്ട് എന്നതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എന്തൊക്കെയോ മൂലകങ്ങൾ നമ്മുടെ മണ്ണിലുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് മണ്ണിരയായിരുന്നു നമ്മുടെ മണ്ണിനെയൊക്കെ തന്നെ ഉഴുത് മറച്ചിട്ടിരുന്നത്. ആ മണ്ണിര ഇന്നില്ല. അത് ഇല്ലാതാകാനുള്ള കാരണം ഇന്നേതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അടുത്ത കാലങ്ങളിലാണ്. കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം, ഏകദേശം 5, 10, 15 വർഷങ്ങൾക്ക് മുമ്പേ ഏകദേശം 8 ലക്ഷത്തോളം ഹെക്ടർ സ്ഥലത്ത് നമ്മൾ നെൽകൃഷി ചെയ്തിരുന്നു. ഇന്നെന്താ സ്ഥിതി? ഇന്ന് 2,14,000 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ചെയ്യുന്നത്. അതും വളരെ വിഷമിച്ചിട്ടാണ് പലരും ചെയ്യുന്നത്. എന്താ കാരണം? നമുക്കതിനു വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ആ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നത്, ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്നത് ബോധ്യപ്പെട്ട ആളുകൾ വളരെ ചുരുക്കമാണ്. എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല? ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ അതിനോട് ഭൗതിക സാഹചര്യങ്ങളില്ല എന്നതല്ല പറയുന്നത്, അത് സാധിക്കില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? നമുക്ക് വെള്ളം കിട്ടേണ്ട സമയത്ത് വെള്ളം ലഭിക്കണം. വെള്ളം കിട്ടാത്ത സമയത്ത്, വേണ്ടാത്ത സമയത്ത് അവിടെ വെള്ളം എത്തുകയാണ്. നമ്മുടെ വിളകളെക്കുറിച്ച് നമുക്കറിയാം. നമുക്ക് തെങ്ങ് എത്രയുണ്ടാകും? ഏകദേശം 8.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. ആ 8.5 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 20 കോടിയോളം തെങ്ങ് നമുക്ക് കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഈ 20 കോടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? തേങ്ങ ലഭിക്കുന്നു. തേങ്ങ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കുന്നു, ഒപ്പം വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. മറ്റൊരു ചിന്ത നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും ഇപ്പം മുട്ട ഉപയോഗിക്കുന്നു, മുട്ട കൊടുക്കുന്നു, മുട്ട കൊണ്ട് നമ്മൾ വീട്ടിൽ മുട്ട കഴിക്കാൻ ഉപയോഗിക്കുന്നു. മുട്ട വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകുന്നു, കോഴിയെ ഭക്ഷിക്കാനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ തേങ്ങയിൽ നിന്നും വെളിച്ചെണ്ണയല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല കേരളത്തിൻ്റെ ഉൽപ്പന്നമാണ് തെങ്ങ്. ആ തെങ്ങിൽ നിന്നും നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. വെളിച്ചെണ്ണയോടൊപ്പം തന്നെ ഏറ്റവും നല്ല വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ, വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്ന വെളിച്ചെണ്ണ ലോകോത്തര നിലവാരമുള്ളതാണ്. എത്ര വേണമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരികയാണ്. നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഇതൊക്കെ തന്നെയുള്ള ഈ കാലഘട്ടത്ത് നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ തനതായ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം എന്നറിയാത്തവരായിട്ട് നമ്മൾ മാറുമ്പോൾ അതിലേക്കുള്ള ഒരു വെളിച്ചം, അല്ലെങ്കിൽ അതിലേക്കുള്ള നമ്മളൊരു കാൽവെപ്പായിട്ട് ഇത്തരം സംഗമങ്ങൾ മാറണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. പ്രിയപ്പെട്ട കർഷകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കൂടുതൽ ശക്തമായ ഇടപെടലുകൾ കാർഷിക രംഗത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കൂടുതൽ മൂല്യമുള്ള, നമുക്കിപ്പോഴും നമ്മൾ ഒരു 20% പോലും കൃഷിയിലേക്ക് വരുന്നില്ല. 20% നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇനിയും എത്രയോ മൂല്യമുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഹൈടെക് കൃഷി രീതി അത് കൂടുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പോളി ഹൗസുകൾ കൂടുതൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് കൃഷിയിലേക്ക് വരാൻ സാധിക്കണം. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാലഘട്ടത്ത് ഇതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കാർഷിക വകുപ്പ് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതിനുള്ള ഡിസ്കഷൻ നടക്കുമ്പോഴും അതോടൊപ്പം തന്നെ കൃഷിഭവൻ മുഖാന്തരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ തന്നെ സാധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃഷി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ച ദൂരദർശനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. ദൂരദർശനവും ഓൾ ഇന്ത്യ റേഡിയോയും ഒക്കെ തന്നെ ഒരു കാലത്ത് കർഷകരുടെ മാത്രം കാര്യങ്ങൾ
സമന്വയിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ ദർശനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് കുറേയൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നുപോയി, കൃഷിയിൽ വന്ന മാറ്റങ്ങൾ പോലെ മറ്റു മാറ്റങ്ങൾ വന്നുപോയി, അതിലേക്ക് കടന്നുപോയി. ഇപ്പം എന്നാൽ പോലും കാർഷിക രംഗത്തുണ്ടാകുന്ന പുരോഗതിയെക്കുറിച്ചും മറ്റും വിളിച്ചറിയിക്കുന്ന രൂപത്തിലേക്ക് ദൂരദർശനും നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയും ഒക്കെ തന്നെ മാറുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഭാസംഗമത്തിന് നേതൃത്വം കൊടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാൻ വേദിയൊരുക്കിയ ദൂരദർശനെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ കെ ജ്യോതിഷ് കുമാർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തും. കേരളത്തിൻ്റെ ഈ പ്രിയങ്കരനായ കൃഷിമന്ത്രി, ഊർജ്ജസ്വലനായ കൃഷിമന്ത്രി, കേരളത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആർജവമായ നേതൃത്വം നൽകുന്ന മന്ത്രിയെ പ്രത്യേകം കർഷകരുടെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന കർഷക പ്രതിഭകളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന വിദഗ്ധരുടെ പേരിലും ദൂരദർശൻ്റെ പേരിലും ഞങ്ങൾ ആത്മാർത്ഥമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. സ്വന്തം കൃഷിയിടം പാഠശാലയാക്കി മാറ്റുകയും കഠിനമായ അധ്വാന ഗവേഷണങ്ങളിലൂടെ സ്വയം വികസിപ്പിച്ചെടുത്ത കണ്ടെത്തലുകളുമായി വന്നിട്ടുള്ള 25ഓളം കർഷക പ്രതിഭകൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ സ്ഫോടനാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വ്യതിരക്തമായ കണ്ടുപിടുത്തങ്ങളുമായാണ് കർഷകർ നമ്മോടൊപ്പം നിൽക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ കാർഷിക മേഖലകളിൽ നിന്ന് വന്നു ചേർന്ന ആ 25ഓളം കർഷക പ്രതിഭകളെ നമുക്ക് ഹൃദയപൂർവ്വം ഒരു കയ്യടിയോടെ അഭിനന്ദിക്കാം. ഈ കർഷക പ്രതിഭകളെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, 2014 അന്താരാഷ്ട്ര കുടുംബകൃഷി വർഷമാണ്. കുടുംബകൃഷിക്ക് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യം, ജലസംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യം, മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അവർ നൽകിയ സംഭാവനകൾ, ഇവയൊക്കെ പരിഗണിച്ചാണ് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ വിദഗ്ധ പാനൽ നമ്മളോടൊപ്പം ചേർന്നത്. മാനത്ത് നിൽക്കുന്ന മഴയെ ഭൂമിയിൽ എങ്ങനെ തളച്ചിടാമെന്നും മരത്തിൽ നിൽക്കുന്ന പഴത്തെ എങ്ങനെ പറിച്ചെടുക്കാമെന്നും പാലിനെ എങ്ങനെ ചില്ലുകുപ്പിയിലാക്കി വിപണനം ചെയ്യാമെന്നും വെള്ളക്കാടയെ എങ്ങനെ സൃഷ്ടിക്കാമെന്നുമൊക്കെ നമുക്ക് മുന്നിൽ ഇവർ കാണിച്ചു തരും. കർഷകരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് നമ്മോടൊപ്പം ഈ വിദഗ്ധ പാനൽ എത്തിച്ചേർന്നിരിക്കുന്ന 5 പ്രമുഖ വ്യക്തിത്വങ്ങളെ കൂടി പരിചയപ്പെടുത്തുകയാണ്. പ്രമുഖ കൃഷിശാസ്ത്രജ്ഞനും കൃഷി വകുപ്പിൻ്റെ മുൻ ഡയറക്ടറും പ്രമുഖ ഫാം ജേർണലിസ്റ്റും ആശയങ്ങളും അറിവുകളും കൊണ്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ചൈതന്യത്താക്കി തീർത്ത കൃഷിയിലെ മഹാരഥനായ ശ്രീ ആർ ഹേലി സാറാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. വർണ്ണ മത്സ്യങ്ങളെയും വളർത്തു മത്സ്യങ്ങളെയും കുറിച്ച് പഠിച്ച് അതിൻ്റെ പ്രായോഗികതകൾ, അതിൻ്റെ കടലാഴങ്ങൾ തേടിപ്പോയ കുമരകം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുൻ മേധാവി ഡോക്ടർ KG പത്മകുമാർ നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം ചെയ്യാം. കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ തൃശ്ശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രഞ്ജൻ എസ് കരിപ്പായി നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വിവിധ തസ്തികകൾ അലങ്കരിക്കുകയും മികച്ച ഒരു ഛായാഗ്രാഹകനും തിരക്കഥാകൃത്തുമായി നമ്മുടെ മുന്നിലെത്തുകയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടറായിരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ J. മോഹൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം ചെയ്യാം. എഞ്ചിനീയറിങ്ങിൻ്റെ കണിശം കൊണ്ട് കാർഷിക കേരളത്തെ വിസ്മയിപ്പിച്ച തവനൂർ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഏക വനിതാ സാന്നിധ്യം ഡോക്ടർ മേരി റജീന നമ്മോടൊപ്പം വിദഗ്ധ പാനലിലെത്തിയിരിക്കുന്നു. ആദ്യമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് മഞ്ചേരി സ്വദേശിയായ ശ്രീ ആൻറ്റിനിറ്റോ എന്ന കർഷകനെയാണ്. നമുക്കറിയാം, കൃഷി ക്ലേശരഹിതമായ ഒരു വ്യവസായമായി മാറ്റുവാൻ നമ്മളേറെ കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ പല ആളുകളും കൃഷിയിലേക്ക് വരാത്തതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ ക്ലേശകരമായ കൃഷിയെ വളരെ അനായാസേന നടത്താൻ കഴിയുന്ന ഒരു ഉപാധിയാക്കി മാറ്റുവാൻ ശ്രീ ആൻറ്റിനിറ്റോ ചെയ്ത സംഭാവനകൾ ചില്ലറയൊന്നുമല്ല. ഒരു എർത്ത് ഡിഗറായിരുന്നു അദ്ദേഹം ഇതിനായി കണ്ടുപിടിച്ചത്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാനമെന്നും മണ്ണിൻ്റെ ആഴങ്ങളിലാണ് വിത്ത് മുളയ്ക്കുന്നതെന്നും ശ്രീ ആൻറ്റിനിറ്റോ തെളിയിച്ചു. കൃഷിക്ക് അത്രത്തോളം പ്രാധാന്യം അദ്ദേഹം നൽകി. അദ്ദേഹത്തിൻ്റെ കൃഷി മേഖലയിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഗൾഫിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി നോക്കിയിരുന്ന
മഞ്ചേരി സ്വദേശി ആന്റി നിറ്റോയെ നാട്ടിലേക്ക് മടങ്ങാനും മണ്ണിലേക്ക് ഇറങ്ങാനും പ്രേരിപ്പിച്ചത് കാർഷിക വൃത്തിയോടുള്ള അഭിനിവേശമായിരുന്നു. തന്റെ 15 ഏക്കർ കൃഷിയിടത്തിൽ കുഴികുത്താനും നിലമൊരുക്കാനും വേണ്ടത്ര പണിക്കാരെ കിട്ടാതായതോടെ ഒരു എർത്ത് ഡിഗർ സ്വയം നിർമ്മിച്ചെടുക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1.8 ഹോഴ്സ് പവറും 58 cc-യുമുള്ള പെട്രോൾ എഞ്ചിൻ ഘടിപ്പിച്ച ഒരു എർത്ത് ഡിഗർ യാഥാർത്ഥ്യമായി. രണ്ടര അടി പൊക്കവും 4 മുതൽ 12 ഇഞ്ച് വരെ വ്യാസവുമുള്ള ഡ്രിൽ ബിറ്റുകളാണ് ഈ യന്ത്ര സംവിധാനത്തിൽ ആവശ്യാനുസരണം ഉപയോഗിക്കാറുള്ളത്. ഈ ഒരു കുഴി എടുക്കാൻ എത്ര നേരം വേണ്ടി വരും? 3 മുതൽ 5 സെക്കൻഡ്. 5 സെക്കൻഡ്. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ് ഇങ്ങനത്തെ എർത്ത് ഓഗറുകൾ. നമുക്ക് പല കമ്പനികളും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും, ഇപ്പോൾ ഈ കുടുംബകൃഷി വർഷമായതുകൊണ്ട് തന്നെയും ആൾക്കാർ, നമുക്ക് തൊഴിലാളികളുടെ ലഭ്യത കുറവാകുന്നു, തൊഴിലാളികളുടെ കൂലി കൂടുതലാവുന്നു എന്നുള്ള സാഹചര്യത്തിലും സ്വയം കൃഷി ചെയ്യാനുള്ള മനസ്സുമായി ഒരുപാട് പേർ മുന്നിട്ടിറങ്ങുന്ന സാഹചര്യത്തിൽ ഇത്തരം ചെറിയ യന്ത്രങ്ങൾ വളരെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ഇത്തരത്തിലുള്ള അത്തരം യന്ത്രങ്ങളെ വീണ്ടും ലഘൂകരിക്കുവാനുള്ള താങ്കളുടെ ഈ യജ്ഞത്തെ വളരെയധികം സന്തോഷപൂർവ്വവും അഭിമാനപൂർവ്വവും കാണുന്നു. അതിൽ താങ്കൾ ചെയ്ത ഈ സംഭാവനയ്ക്ക് കാർഷിക എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ആദ്യം തന്നെ അതിലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള, നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള എർത്ത് ഓഗറുകൾ, അല്ലെങ്കിൽ നമ്മൾ ഡിഗർ എന്ന് പറയുന്ന ഓഗറുകൾ, പവർ ഓഗറുകൾ വെച്ച് പണി ചെയ്യുമ്പോൾ നമുക്ക് ഡ്രഡ്ജറി കൂടുതൽ ഭയങ്കര വൈബ്രേഷനാണ്. താങ്കളും അത് ഉപയോഗിച്ചിട്ടുണ്ടോ? അത്തരം ഓഗറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇത്തരം ഒരു മോഡിഫിക്കേഷനിലേക്ക് കടന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? മറ്റുള്ളവർക്ക് അറിയുവാൻ വേണ്ടി ചോദിക്കുകയാണ്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ ഇത്തരം സംവിധാനങ്ങളും താങ്കളുടെ സംവിധാനവും തമ്മിൽ ബുദ്ധിമുട്ടിൽ, ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ടിൽ, ഡ്രഡ്ജറിയിൽ എത്ര വ്യത്യാസം താങ്കൾക്ക് സ്വയം അനുഭവപ്പെട്ടിട്ടുണ്ട്? നമുക്ക് കുറച്ചധികം സമയം അത്തരം ഓഗറുകൾ പ്രവർത്തിപ്പിക്കാൻ മനുഷ്യസാധ്യമല്ല എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഭയങ്കര വൈബ്രേഷനാണ് അത്. നമ്മൾ ഒരാൾ പ്രവർത്തിപ്പിക്കുന്നതാണെങ്കിലും 2 ആൾ കൂടി പ്രവർത്തിപ്പിക്കുന്നതാണെങ്കിലും നമ്മുടെ കൈ ഊരിപ്പോകുന്ന പോലെ തോന്നുന്ന പോലത്തെ, അല്ലേ, ഒരു നെഞ്ചിലൊക്കെ ഒരു ഇത് വരാവുന്ന, ഒരു ബുദ്ധിമുട്ട് തോന്നാവുന്ന രീതിയിലാണ് ഇന്നത്തെ ഓഗറുകൾ ഉള്ളത്. അപ്പോൾ താങ്കളുടേതുമായി അതിനെ താങ്കൾക്ക് സ്വയം ഒന്ന് കമ്പയർ ചെയ്ത് പറയാമോ? ശരിക്കും ഇത് ഓഗർ, മാർക്കറ്റിൽ കിട്ടുന്ന ഓഗർ തന്നെയാണ്. ഞാനതിന് ഈ ഫ്രെയിം കൊടുത്തു, സ്പ്രിംഗ് സിസ്റ്റം കൊടുത്തു, വീൽ സിസ്റ്റം കൊടുത്തു, ബാക്കി കൺട്രോൾസ് കൊടുത്തു, അത്രയേ ഉള്ളൂ. എർഗണോമിക് ആക്കി എന്ന് വേണമെങ്കിൽ. താങ്കൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ആ വാക്ക് മനസ്സിലാവുന്നത്. കുറച്ചുകൂടെ എർഗണോമിക് ആക്കി. അപ്പൊ എന്താണ് മാറ്റം സംഭവിച്ചത്? വന്നിരിക്കുന്ന ഫസ്റ്റ് ഇതിനുള്ള മാഡം പറഞ്ഞ പോലെ വൈബ്രേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. വൈബ്രേഷൻ കുറയ്ക്കാൻ ഞാൻ ചെയ്തിരിക്കുന്ന ഒന്ന് സസ്പെൻഷൻ സിസ്റ്റം, ആ സ്പ്രിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് ഒഴിക്കുന്നു. സെക്കൻഡ് തിങ് ലിവറേജ്. ഇത് സെക്കൻഡ് ലിവർ തിയറി അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലിവറേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോഡ് വരുന്നില്ല. പിന്നെ വരുന്ന വൈബ്രേഷൻ മുഴുവൻ ഈ ഫ്രെയിമിൽ കൂടി ഇതിലേക്ക് തന്നെ പോവാണ്. സോ നമുക്ക് കിട്ടുന്നില്ല.
പിന്നെയുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഓഗറിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, എന്തെങ്കിലും കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഹിൻഡൻസ്, എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ, എന്തു വന്നാലും വേരാകാം, കല്ലാകാം, എന്തു ആകാം, വന്നു കഴിഞ്ഞാൽ ബിറ്റ് അവിടെ നിൽക്കും. താഴ്ന്നു പോകുന്ന ബിറ്റ് അവിടെ നിൽക്കുകയും ഓപ്പോസിറ്റ് ആക്ഷനിൽ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ആ ഇതിൽ എൻജിൻ പുറകോട്ട് തിരിയുകയും ചെയ്യും. എൻജിനെ നമ്മുടെ കൈയടക്കം പുറകോട്ട് തിരിച്ചിട്ട് നമ്മുടെ കൈ തിരിഞ്ഞു പോകും. ഇതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് വരികയല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിലോ മണ്ണിലോ കല്ലിലോ എന്തിലും വേണമെങ്കിലും തടയാം. ഇത്ര വലിയ ബിറ്റായതുകൊണ്ട് എവിടെയും തടയാൻ സാധ്യതയുണ്ട്. അങ്ങനെ തടഞ്ഞാൽ പോലും അവിടെ നിന്നു കഴിഞ്ഞു, നമുക്കൊന്നും സംഭവിക്കുന്നില്ല. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ആ സ്പ്രിങ്ങിന്റെ ലൈഫ് ഇപ്പൊ എത്ര കുഴി എടുത്ത് കാണും ഈ ഫാബ്രിക്കേറ്റ് ചെയ്ത്? ഞാൻ ഒരു മെഷീൻ കൊണ്ട് തന്നെ 3 സീസൺ മുഴുവൻ ഉപയോഗിച്ചു. ഞാൻ 2012, 13, 14 എന്ന് പറഞ്ഞാൽ 4000 വാഴ വീതം, പിന്നെ റബ്ബർ 2500 റബ്ബർ കുഴി, ഏകദേശം 15000 കുഴി ഞാൻ എടുത്തു കഴിഞ്ഞു. സ്പ്രിങ്ങിന് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ഈ സ്പ്രിങ് കുട്ടികളുടെ തൊട്ടിലിന് ഉപയോഗിക്കുന്ന സ്പ്രിങ്ങാണ്. സോ ചീപ്പ്. 60 രൂപയ്ക്ക് നമുക്ക് ഒരു സ്പ്രിങ് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. എന്ത് വിലക്കാണ് താങ്കൾ ഈ സിസ്റ്റം മാർക്കറ്റിൽ എത്തിക്കുന്നത് എന്ന് കൂടെ അറിഞ്ഞാൽ? 30,000 രൂപ, 28,000-നും 33,000-നും ഇടയ്ക്കുള്ള വില. എല്ലാം റെഡി ടു യൂസ്. ഇത് കണ്ട കൃഷിക്കാരുടെ പ്രതികരണം എന്താണ്? അവരിതിനെ സ്വാഗതം ചെയ്യുന്നു. 200, ഞാൻ പറഞ്ഞില്ല, 200-ലധികം ഇത് ഞാൻ വിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ വില എങ്ങനെ കുറയ്ക്കാൻ കഴിയും? 400 കണ്ടെയ്നറാണ് ചൈനയിൽ നിന്ന് നമുക്ക് എഞ്ചിന് വരുത്താൻ കഴിയും. അവിടെ 5000 രൂപയുള്ളൊരു എഞ്ചിന് ഇവിടെ എത്തുമ്പോൾ, ഇപ്പോൾ ഞാൻ വാങ്ങുന്ന 17,500 രൂപയ്ക്ക് റീറ്റെയിലാണ് ഒരു എഞ്ചിൻ വാങ്ങുന്നത്. ആ പൈസ മുഴുവൻ എനിക്ക് കർഷകർക്ക് കുറയ്ക്കാൻ കഴിയും. നിറ്റോ, വളരെ അഭിമാനാർഹമായ ഒരു കണ്ടുപിടുത്തമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന നിലയിൽ കൂടുതൽ യന്ത്രങ്ങൾ കണ്ടുപിടിച്ച് കാർഷിക കേരളത്തെ വിസ്മയിപ്പിക്കാൻ താങ്കൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ. ഞങ്ങൾ അഭിനന്ദിക്കും. താങ്ക് യു. ഓക്കെ, നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്ഷ്യസുരക്ഷാ സേനയിൽ 20 ദിവസത്തെ പരിശീലന പരിപാടി. സങ്കര ഇനം വിത്ത് തേങ്ങ ഉൽപ്പാദനത്തിൽ പരിശീലനം. 21ാം ഭാരതീയ തോട്ടവിള സിമ്പോസിയം കോഴിക്കോട് നടന്നു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭക്ഷ്യസുരക്ഷാ സേന വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള യുവതീ-യുവാക്കൾക്ക് പരിശീലനത്തിന് ചേരാവുന്നതാണ്. 20 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലന പരിപാടിയിൽ വിവിധ കാർഷിക യന്ത്രങ്ങളുടെ പ്രായോഗിക പരിശീലനവും കരകൃഷിക്കുള്ള യന്ത്രങ്ങളുടെ പരിശീലനവും ഉണ്ടായിരിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പഠന വിഷയത്തെ സംബന്ധിച്ച ലഘുലേഖകളും യൂണിഫോം ഉൾപ്പെടെയുള്ള സംരക്ഷിത കവചങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 237 0726 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ഔഷധ സസ്യങ്ങളുടെയും അലങ്കാര സസ്യങ്ങളുടെയും നടീൽ വസ്തുക്കളും വിവിധ തരം പച്ചക്കറി വിത്തുകളും കൂടാതെ കൂൺ സ്പോണുകളും വിൽപ്പനയ്ക്ക് ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ലഭ്യമാണ്. 0471 238 8118. പുതിയ റബ്ബർ ഇനങ്ങളെക്കുറിച്ചുള്ള ഏകദിന പരിശീലനം ഈ മാസം 17-ന് കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. പരിശീലന ഫീസ് 400 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് 50%, റബ്ബർ ഉൽപ്പാദക സംഘത്തിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് 25% ഇളവ് ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് 0481 235 1313 എന്ന നമ്പറിലോ 0481 235 3127 എന്ന നമ്പറിലോ വിളിക്കുക. തിരുവനന്തപുരം PMG ജംഗ്ഷനിലുള്ള ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ അടിയന്തര മൃഗചികിത്സാ പദ്ധതിയുടെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ വെറ്റിനറി ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. രാത്രികാല അടിയന്തര മൃഗചികിത്സയ്ക്കായി കർഷകർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9995176618.
തെങ്ങിൻ്റെ വിവിധ സങ്കരണ മാർഗങ്ങളും സങ്കര വിത്തുൽപാദനവും ആസ്പദമാക്കി നാളികേര വികസന ബോർഡ് നേര്യമംഗലത്തെ വിത്തുൽപാദന തോട്ടത്തിൽ നടത്തുന്ന 1 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 18-നും 40-നും മധ്യേ പ്രായപരിധിയിലുള്ള ഹയർ സെക്കൻഡറി തലത്തിൽ ബയോളജി മുഖ്യ വിഷയമായും അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചർ പഠിച്ചവർക്കും അപേക്ഷിക്കാം. തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം പരിശീലനം പൂർത്തിയായവർക്കും പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 0485 255 4240 എന്ന നമ്പറിൽ വിളിക്കുക. സാങ്കേതിക വിദ്യകളുടെ സമന്വയത്തിലൂടെ സുസ്ഥിരത എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന 21ാം ഭാരതീയ തോട്ടവിള സിമ്പോസിയം കോഴിക്കോട് സമാപിച്ചു. 350 പ്രതിനിധികൾ പങ്കെടുത്ത സിമ്പോസിയത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ശാസ്ത്രജ്ഞർ 300-ലധികം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സുഗന്ധവിള രംഗത്ത് നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ ആധാരമാക്കിയാണ് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,700 രൂപ, കോഴിക്കോട് 13,600 രൂപ, തൃശ്ശൂരിൽ 13,000 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,510 രൂപ, കോഴിക്കോട് 9,200 രൂപ, തൃശ്ശൂരിൽ 8,690 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67,000 രൂപ, ഗാർബിൾഡ് 70,000 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ സേലത്ത് 6,700 രൂപ, ഈറോഡിൽ 6,900 രൂപ. അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 11,000 രൂപ, 4 ഗ്രേഡ് 11,400 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 11,000 രൂപ, 4 ഗ്രേഡ് 11,500 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 12,700 രൂപ, കൊപ്ര 8,510 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 67,000 രൂപ, ഗാർബിൾഡ് 70,000 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 250-നും 260-നും മധ്യേ. തൊണ്ടില്ലാത്തത് 450-നും 470-നും മധ്യേ. ജാതിപത്രി 700-നും 775-നും മധ്യേ. ഗ്രാമ്പു 975 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,000 രൂപ, 4 ഗ്രേഡ് 11,400 രൂപ. ഒട്ടുപാൽ 7,000 രൂപ, ലാറ്റക്സ് 7,500 രൂപ. ഇനി കമ്പോള അവലോകനം. റബ്ബർ കർഷകർക്ക് പ്രതീക്ഷ പകർന്ന് കൊച്ചി കോട്ടയം വിപണികളിൽ ഷീറ്റ് വില ഉയർന്നു. വിദേശ മാർക്കറ്റുകളിലെ ഉണർവ് ആഭ്യന്തര അവധി നിരക്കുകളും മെച്ചപ്പെടുത്തിയതോടെ ടയർ കമ്പനികൾ വില ഉയർത്താൻ തയ്യാറായി. ഇതിനിടയിൽ റബ്ബർ ഇറക്കുമതി ഡ്യൂട്ടി ഉയർത്തണമെന്ന ആവശ്യം ഉൽപ്പാദകരിൽ നിന്ന് ഉയർന്നു. ഓയിൽ മില്ലുകാർ കൊപ്ര ശേഖരിക്കാൻ രംഗത്തിറങ്ങിയെങ്കിലും വ്യവസായികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ചരക്ക് ലഭ്യമായില്ല. അതേസമയം വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയതിനാൽ സ്റ്റോക്ക് വിറ്റഴിക്കാൻ ഒരു വിഭാഗം മില്ലുകാർ തിടുക്കം കാണിച്ചു. ഉത്തരേന്ത്യൻ ഡിമാൻഡ് മങ്ങിയത് കുരുമുളക് വിപണിയെ അല്പം തളർത്തിയെങ്കിലും ഹൈറേഞ്ചിൽ നിന്നുള്ള ചരക്ക് നീക്കം കുറഞ്ഞത് ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ വിപണിക്ക് താങ്ങായി. ഉത്സവ ദിനങ്ങൾ അടുത്തതോടെ ഏലത്തിന് ആഭ്യന്തര ആവശ്യം ഉയരുകയാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങളുണ്ട്. തേക്കടിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനം കിലോ 989 രൂപയിൽ കൈമാറി. ചുക്ക് മഞ്ഞൾ ജാതിക്ക വിലകളിൽ മാറ്റമില്ല. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങൾ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 24.9. കൊച്ചി 32, 25.4. ആലപ്പുഴ 32.2, 25.2. പുനലൂർ 33.6, 22.5. തിരുവനന്തപുരം കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്.
ഇനി കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.